നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്റെ ജോലി ചെയ്യാനാ ബെഡ്റൂമിൽ കയറിയത്. ഒന്ന് ശ്വസിക്കണമെങ്കിൽ പോലും എന്റെ അനുവാദം തേടുന്നവനാണ് കാസിം. അത്രയ്ക്ക് വിശ്വസ്തനാണ്. എന്നെ പോലെ തന്നെ വർഷയ്ക്ക് കാസിമിനെ വിശ്വസിക്കാം. ഇവളുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കൂ. എന്നോട് ഇങ്ങനെ ചെയ്യില്ല മാഡം, പ്ലീസ്. ഇവിടെ പിടിച്ച് ജീപ്പിക്കാര്. മാഡം പ്ലീസ് വാടി ഇങ്ങോട്ട്. മോഷ്ടിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്തായി, കൊണ്ടുപോയില്ലേ? പോലീസ് FIR ഇട്ട് കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിലറിയാൻ പാടുള്ളൂ. അവൾ ജീപ്പിൽ കയറി പോകാൻ നേരം എന്നെ അവളൊന്ന് രൂക്ഷമായി നോക്കി. നോക്കട്ടടോ, ഇനിയാണ് അവള് വിക്രമിന്റെ കളി കാണാൻ പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ.
ഇരിക്കാന്നോ? തനിക്കെന്താ ഞങ്ങളുടെ ബെഡ്റൂമിൽ കാര്യം? ഗെറ്റ് ഔട്ട്. പുറത്തു പോകാനല്ലേ പറഞ്ഞേ? ഇറങ്ങി പോടോ. ഏട്ടാ, എന്താ ഇത്? കാസിമിനെ കയറൂരി വിട്ടിരിക്കണോ? അനുവാദം ഇല്ലാതെ അയാൾ നമ്മുടെ ബെഡ്റൂമിൽ വരെ കയറി തുടങ്ങി. എന്ത് മര്യാദയാണ് അയാളെ കാണിക്കുന്നത്? ചിരിക്കുന്നോ? ഭാര്യയ്ക്ക് ബെഡ്റൂമിലും പ്രൈവസി വേണ്ടെന്നാണോ? ഈ കാസിം തീരെ ശരിയല്ല. ഇയാളെ പറഞ്ഞു വിലക്കണം, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടേക്കണം. കൂൾ ഡൗൺ മൈ ഗേൾ. ഇന്ന് ഞാൻ വളരെ ഹാപ്പി മൂഡില്ല. ഇന്ന് പരാതിയൊന്നും പറയരുത്. ഞാൻ പറഞ്ഞിട്ടാണ് കാസിം ബെഡ്റൂമിൽ കയറിയത്. കാസിമിന് ദുരുദ്ദേശമൊന്നുമില്ല. റൂമിൽ നിന്നും ഈ പാക്കറ്റ് എടുക്കുന്ന ജോലി ഞാൻ കാസിമിനെ ഏൽപ്പിച്ചിരുന്നു. അവനവന്റെ ജോലി ചെയ്യാനാ ബെഡ്റൂമിൽ കയറിയത്. ഒന്ന് ശ്വസിക്കണമെങ്കിൽ പോലും എന്റെ അനുവാദം തേടുന്നവനാണ് കാസിം. അത്രയ്ക്ക് വിശ്വസ്തനാണ്. എന്നെ പോലെ തന്നെ വർഷയ്ക്ക് കാസിമിനെ വിശ്വസിക്കാം. എന്താ ഇന്ന് ഇത്ര വലിയ സന്തോഷത്തിന്റെ കാരണം? ബിസിനസ്സിൽ വലിയൊരു നേട്ടമുണ്ടായ ദിവസം എന്ന്. വലിയൊരു ശത്രുവിനെ അടിച്ചമർത്തിയ ദിവസം. അതിന്റെ ആഘോഷം വർഷയ്ക്കൊപ്പം പങ്കിടാനാണ് ഞാനൊരു പാർട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഏട്ടാ. ഏട്ടന്റെ സന്തോഷം എന്റെ സന്തോഷം. ഏട്ടൻ എന്താ പരിസരബോധം ഇല്ലാതായോ? കാസിം, ഇത് നിനക്ക്. ഇന്ന് ഞാൻ എന്റെ ശത്രുവിനെ പാഠം പഠിപ്പിച്ച ദിവസാ. നീ പോയി അതൊന്ന് ആഘോഷിക്കുക കാസിം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.